ഫോണിലൂടെ കേട്ട വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് സായി. ഞെട്ടൽ വിട്ടുമാറി ബോധാവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും മറുപുറത്തുനിന്ന് കോൾ കട്ടായിരുന്നു. ഹലോ ഹലോ സായി വെപ്രാളത്തോടെ ഫോണിൽ നോക്കി വിളിച്ചുകൊണ്ടിരുന്നു. ഷേ, അവൻ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും ഗംഗയും ഉണർന്നിരുന്നു. എന്താ റാം, എന്തു പറ്റി? സായിയുടെ വെപ്രാളം കലർന്ന മുഖഭാവം കണ്ട് ഗംഗ തിരക്കി. ഒന്നുമില്ല, നീ കിടന്നോ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ഒരു അത്യാവശ്യമുണ്ട്. അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് സായി പറഞ്ഞു. എവിടേക്കാ റാം, പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഞാൻ വന്നിട്ട് പറയാം ഗംഗ, നീ കിടന്നോ. അത്രയും പറഞ്ഞു സായി സ്റ്റാൻഡിൽ കിടന്ന ഒരു ഷർട്ടും എടുത്തിട്ട് പുറത്തേക്കിറങ്ങി സായി വെപ്രാളത്തോടെ ശിവയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ശിവ, ശിവ, കതക് തുറക്ക്. ശിവയുടെ മുറിയുടെ വാതിൽ ശക്തമായി മുട്ടിക്കൊണ്ട് സായി വിളിച്ചു. ശബ്ദം കേട്ട് ശിവ റൂമിന്റെ ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന സായിയെ കണ്ട് ശിവ പുഞ്ചിരിച്ചു. സായിക്ക് അപ്പോഴും അതേ വെപ്രാളം തന്നെയാണ്. സായിയുടെ നിൽപ്പ് കണ്ട് ശിവ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താ സായി, എന്തു പറ്റി? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതെ? മക്കൾ എവിടെ ശിവ? ഉയർന്ന നെഞ്ചുടുപ്പോടെ സായി ശിവയോടായി ചോദിച്ചു. അവര് രാവിലെ സാവിത്രിക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പോയല്ലോ. ക്ഷേത്രത്തിലേക്കോ? സാവിത്രിയും മക്കളും മാത്രമേ പോയോളോ? സായി വീണ്ടും ചോദിച്ചു. അപ്പോഴൊക്കെയും അവന്റെ മുഖത്ത് വരുന്ന പേടിയും വെപ്രാളവും ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ സായി നിനക്ക്? എന്താ പറ്റിയേ? നീ ഇപ്പോൾ എന്തിനാ ഇതൊക്കെ തിരക്കുന്നേ? പറയൂ ശിവ, വേറെ ആരൊക്കെയാ പോയത്? ശിവ ചോദിച്ചതിന് മറുപടി പറയാതെ സായി വീണ്ടും ചോദിച്ചു. പാറുവും പവിയും പോയിട്ടുണ്ട്. ശിവ, നീ വേഗം ഈ ഡ്രസ്സൊന്ന് മാറ്റി വാ, നമുക്ക് ഒരിടം വരെ പോണം. എന്താ സായി, എവിടേക്കാ പോണ്ടത്? നീ ഒന്ന് തെളിച്ചു പറ. എന്താ നീ ഇങ്ങനെ വിയർക്കുന്നേ? കാര്യം എന്താണെന്ന് പറയ് സായി, ആളെ പേടിപ്പിക്കാതെ. സായിയുടെ നിൽപ്പും ഭാവവും കാണാൻ ശിവയ്ക്ക് പേടി തോന്നി തുടങ്ങി. അത് ശിവ, എനിക്കൊരു കോൾ വന്നിരുന്നു. കോൾ വന്നതും അതിലൂടെ കേട്ട വിവരങ്ങൾ സായി ശിവയോട് പറഞ്ഞു. എല്ലാം കേട്ട ഞെട്ടൽ നിൽക്കുവാണ് ശിവ. വേഗം പോണ ശിവ, നീ ഒന്ന് വേഗം വാടാ. ശിവയും സായിയും താഴേക്ക് ചെല്ലുമ്പോൾ ഉമ്മറത്തായി ദേവനാരായണനും മഹിയും ഇരിക്കുന്നത് കണ്ടു. മഹി, നീ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം, ഒരിടം വരെ പോകാനുണ്ട്, സായി മഹിയോട് പറഞ്ഞു. അങ്ങനെ മഹിയെയും കൂട്ടി അവർ ക്ഷേത്രമുറ്റത്തെത്തി. പോകുന്ന വഴിക്ക് തന്നെ മഹിയോട് അവർ എല്ലാം പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ അറിഞ്ഞു സാവിത്രിയും പാറുവും മക്കളുമൊക്കെ അവിടുന്ന് പോയിട്ട് കുറച്ചധികം സമയമായെന്ന്. സായിയും ശിവയും മഹിയും എന്തു ചെയ്യണമെന്ന് അറിയാതെ ഉഴറി. അവർ ക്ഷേത്രത്തിൽ പോയവരെ തേടി നാട് മുഴുവൻ അലയാൻ തുടങ്ങി. കാണുന്നവരോട് എല്ലാം ചോദിച്ചു. ഒരാൾ പോലും അവരെ കണ്ടിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ ഉള്ളു നീറാൻ തുടങ്ങി. നേരം സന്ധ്യയോടടുക്കാൻ തുടങ്ങി. പോയവർ എവിടെയാണെന്ന് ഒരറിവുമില്ല. സായി, എൻ്റെ സാവിത്രിയും മക്കളും, നമ്മളിനി എവിടെ അന്വേഷിക്കും അവരെ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഇനിയും നോക്കി നിൽക്കാൻ കഴിയില്ല, ഇപ്പോൾ തന്നെ വൈകി. ശിവയുടെ വാക്കുകൾ കാതോർത്ത സായി പെട്ടെന്ന് രാവിലെ വന്ന കോളിനെപ്പറ്റി ആലോചിച്ചു. എന്താ സായിറാം, ഉറങ്ങുകയാണോ? നീ അവിടെ സുഖമായി ഉറങ്ങിയ നിന്റെ മക്കളെയും പെങ്ങന്മാരെയും ഒക്കെ ആരാ രക്ഷിക്കുന്നേ? ശ്രദ്ധിച്ചു കേട്ടോ സായിറാം, നിന്റെ മക്കളും പെങ്ങന്മാരുമൊക്കെ ഇപ്പോൾ എൻ്റെ കാൽ കീഴിലാ ഉള്ളത്. നിനക്ക് പറ്റുമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോ. പോലീസിലോ മറ്റോ അറിയിക്കാൻ നിന്നാൽ നിനക്ക് ഇവരുടെ ഒന്നും ശവം പോലും ബാക്കി കിട്ടില്ല. സായി പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ശിവ, അത് പോലീസ് അറിയിച്ചാൽ കൊന്നാ പറഞ്ഞത്. പോലീസിൽ അറിയിക്കാതെ പിന്നെ നമ്മൾ തനിച്ചെങ്ങനെയാ സായി അവരെ കണ്ടെത്തുക? രാവിലെ മുതൽ അലയാൻ തുടങ്ങിയതല്ലേ, സമയം ഇത്ര കഴിഞ്ഞിട്ടും അവരെവിടെയാ ഉള്ളതെന്ന് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. മഹി നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് സായിയോട് പറഞ്ഞു. സായി ഫോണിലൂടെ കേട്ട ശബ്ദം വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരുന്നു. അതെ, തനിക്ക് നന്നായി കേട്ടു പരിചയമുള്ള ആരുടെയോ ശബ്ദമാണത്. ആരാവും അത്? പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ സായിയുടെ കണ്ണുകൾ വിടർന്നു. അവന്റെ കണ്ണുകളിൽ രക്തം ഇരച്ചു കയറി. മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. ശിവ, വണ്ടിയെടുക്ക്, എനിക്കറിയാം അവർ എവിടെയാ ഉള്ളതെന്ന്. സായി പറഞ്ഞത് കേട്ട് ശിവയും മഹിയും സംശയത്തോടെ അവനെ നോക്കി. സായി വേഗം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ ഡ്രൈവിംഗ് സീറ്റിലേക്കും മഹി പിറകിലെ സീറ്റിലേക്കും കയറി. ശിവ സായിയെ തലചരിച്ചു നോക്കി. എവിടേക്കാണ് പോകേണ്ടതെന്ന് സായി പറഞ്ഞതും ശിവയുടെയും മഹിയുടെയും മുഖം വലിഞ്ഞു മുറുകി. ഒരു ഇരമ്പലോടെ ശിവ കാർ മുന്നോട്ടെടുത്തു. ഒരു വലിയ ഇരുനില വീടിന്റെ മുന്നിലേക്ക് ശിവ കാർ കയറ്റി നിർത്തി. സായിയും മഹിയും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിറകെയായി ശിവയും. അവരുടെ വരവ് കാത്തുന്ന പോലെ വീടിന് മുന്നിൽ നിന്ന് ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്ന ഒന്ന് രണ്ടു പേർ അവർക്കരിയിലേക്ക് നടന്നെടുത്തു. ആരാ, എന്തു വേണം? അതിലൊരുത്തൻ അവർക്ക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ അല്ലേടാ? ചോദിച്ചുകൊണ്ട് സായി അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ചവിട്ടുകൊണ്ട് അയാൾ പിറകിലേക്ക് മലർന്നു വീണു. അപ്പോഴേക്കും അടുത്തവനും അവർക്ക് നേരെ ഓടിയെടുത്തു.
സായിയെ അടിക്കാനായി അയാൾ കൈ ഉയർത്തിയപ്പോഴേക്കും ശിവ ഒരു കൈകൊണ്ട് തടഞ്ഞിരുന്നു. ശിവ അയാളുടെ കൈ പിറകിലേക്ക് തിരിച്ചൊടിച്ചു. അയാൾ വേദന കൊണ്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ഒരു കൈകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു പഞ്ച് ചെയ്തുകൊണ്ട് ശിവ അയാളെ നിലത്തേക്ക് മറിച്ചിട്ടു. നിലത്ത് വീണു കിടക്കുന്ന കാവൽ നായ്ക്കളെ മറികടന്ന് അവർ വീടിനകത്തേക്ക് കയറി. ആ, ആരൊക്കെയാ ഇത്? ഈ വരവ് ഞാൻ കുറച്ചുകൂടി മുന്നേ പ്രതീക്ഷിച്ചിരുന്നു. എന്തേ സായിറാം ഇത്രയും വൈകിപ്പോയത്? പരിഹാസത്തോടെ ചോദിച്ചുകൊണ്ട് ഒരാൾ മുകളിൽ നിന്നും പടികളിറങ്ങി താഴേക്ക് വന്നു. നിന്റെ ശബ്ദം തിരിച്ചറിയാൻ ഞാൻ കുറച്ചു വൈകിപ്പോയി ഗോവിന്ദ്. വർഷങ്ങൾ ഒരുപാടായില്ലേ നിന്റെ ഈ ശബ്ദം ഞാൻ കേട്ടിട്ട്? സായി ഒരു പുച്ഛത്തോടെ ഗോവിന്ദിനെ നോക്കി പറഞ്ഞു. എന്ത് ചെയ്യാനാ സായി, അവസരങ്ങൾ വരുമ്പോഴല്ലേ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയൂ. അങ്ങനെ ഒരവസരം ഇന്ന് വീണ് കിട്ടി. അപ്പോൾ അത് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? ഒരു പുഞ്ചിരിയോടെ ഗോവിന്ദ് പറഞ്ഞു. നിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. അവരെവിടെ? എവിടെയാ നീ അവരെ പിടിച്ചു വച്ചേക്കുന്നേ? ആ, തിടുക്കം കാട്ടാതെ സായി, നീ ഇവിടെ ഇരിക്ക്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എല്ലാം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ഡിമാൻഡെല്ലാം നീ അംഗീകരിച്ചാൽ നിനക്ക് ഇപ്പോൾ തന്നെ എല്ലാവരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാം. സായിയും ശിവയും മഹിയും സംശയത്തോടെ അയാളെ നോക്കി. പറയ്, എന്താ നിനക്ക് വേണ്ടത്? കോപത്തോടെ സായി അയാളോട് ചോദിച്ചു. എനിക്ക് കൂടുതലായി ഒന്നും വേണ്ട സായി. ദാ ഈ പേപ്പേഴ്സിലൊക്കെ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സ് സായിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. സായി ആ പേപ്പേഴ്സ് കയ്യിലേക്കെടുത്ത് അതൊന്ന് വായിച്ചു നോക്കി. നോ, അതൊരിക്കലും നടക്കില്ല ഗോവിന്ദ്. ഇതിനു വേണ്ടിയാണ് നീ ഈ വൃത്തികെട്ട കളി കളിച്ചതെങ്കിൽ അത് നിന്റെ വെറുമൊരു പാഴ്ശ്രമം മാത്രമാണ്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്ക് ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ സാധിക്കില്ല. വാശിയോട് പറഞ്ഞുകൊണ്ട് സായി ആ പേപ്പേഴ്സ് ഗോവിന്ദിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞ പേപ്പേഴ്സ് ഗോവിന്ദിന്റെ മുഖത്ത് തട്ടി നിലത്തേക്ക് വീണു. മുഖം ഒരു വശത്തേക്ക് ചരിച്ചു പിടിച്ച് അയാൾ ആ പ്രഹരം പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. അയാൾ അതേ പുഞ്ചിരിയോടെ സായിക്ക് നേരെ തിരിഞ്ഞു. പാവം, ദേ ഈ ശിവയുടെ മോളുണ്ടല്ലോ, വന്നപ്പോൾ മുതൽ ഒരേ വാശിയാ, നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക. വിശന്നിട്ടാവും. മാഹിയുടെ മോളും മറിച്ചല്ല. പക്ഷേ നിന്റെ മോനുണ്ടല്ലോ സായി, നല്ല ഉശിര അവന്. അമ്പിനും വില്ലിനും അടക്കണില്ല ചെറുക്കൻ. അതുകൊണ്ട് എല്ലാവരും രാവിലെ മുതൽ പട്ടിണിയാ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല ഒന്നിനും. നിങ്ങൾ വേഗം എല്ലാം സമ്മതിച്ചാൽ വേഗം അവരെയും കൂട്ടി പോകാം. അപ്പോഴേക്കും ശിവയ്ക്കും മഹിക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. തൻ്റെ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാതെ തന്നെ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം ഗോവിന്ദ്. നീ വെറുതെ തടി കേടാക്കാൻ നിൽക്കണ്ട. അവരെവിടെയാണെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. ഗോവിന്ദിന് നേരെ വിരൽ ചൂണ്ടി ശാസനയോടെ സായി പറഞ്ഞു. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് സായി, പറഞ്ഞല്ലോ ഞാൻ. നീ കൂടുതൽ വാശി കാട്ടാതെ ആ പേപ്പറിലൊക്കെ സൈൻ ചെയ്തു തന്നാൽ എല്ലാവരെയും നിനക്ക് കൊണ്ടുപോകാം. നടക്കില്ല ഗോവിന്ദ്. എൻ്റെ അച്ഛൻ ഒരായുഷ്കാലത്തെ കഷ്ടപ്പാടാ ഞങ്ങളുടെ കമ്പനിയും മറ്റു സ്വത്തുക്കളും. അത് നിന്നെപ്പോലെ ഒരുത്തന് മുന്നിൽ കാഴ്ചവെക്കാനുള്ളതല്ല. അറിയാം മോനെ സായിറാമേ. മറുഭാഗത്തുനിന്ന് മറ്റൊരാളുടെ ഒച്ച കേട്ട് സായിയും ശിവയും മഹിയും അങ്ങോട്ടേക്ക് നോക്കി. അവിടെ നിന്ന് അവർക്കരികിലേക്ക് നടന്നെടുക്കുന്ന ആളെ കണ്ട് അവർ ഞെട്ടി. നന്ദനങ്കൾ? സായിയുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അതെ, നന്ദനങ്കൾ തന്നെയാ. നിന്റെ തന്ത ദേവനാരായണന്റെ ആത്മസുഹൃത്ത് നന്ദഗോപൻ തന്നെയാ ഇത്. അയാളൊരു പുച്ഛത്തോടെ സായിയോട് പറഞ്ഞു. സായി അയാളെ മിഴിച്ചു നോക്കി. എന്താ മോനെ സായി, നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീയും നിന്റെ തന്തയും കൂടി നോക്കി നടത്തുന്ന ആ കമ്പനി എൻ്റെ സ്വന്തമാകാൻ ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ചധികമായി. കൂടെ കൂടി അന്നു മുതൽ ശ്രമിക്കുന്നു. നിന്റെ തന്തയുടെ ഒടുക്കത്തെ ബുദ്ധി കാരണം ഞാൻ ചെയ്യുന്ന ഓരോന്നും വിഫലമായി കൊണ്ടിരുന്നു. പിന്നെ നീ വളർന്നപ്പോൾ അവൻ്റെ ഒപ്പം നീയും കൂടി കമ്പനി നോക്കി നടത്താൻ തുടങ്ങി. അവിടെയും എൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ഗംഗയെ നിനക്ക് തന്നാൽ പാതി സ്വത്ത് കൈക്കലാകും എന്ന് കരുതി പണ്ടേ അവളെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. നിന്റെയും അവളുടെയും ഉള്ളിൽ പ്രണയത്തിൻ്റെ വിത്തുപാകി. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം ഗോവിന്ദിൻ്റെ പെണ്ണായി സാവിത്രിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മുഴുവൻ സ്വത്തും കൈക്കലാക്കാം എന്ന് കരുതി. അപ്പോഴാ അവളുടെ ഒടുക്കലത്തെ പ്രേമം, അതും ഈ നിൽക്കുന്ന നിന്റെ ആത്മസുഹൃത്തുമായി. ഇവനെ കിട്ടിയില്ലെങ്കിൽ ചത്തുകളയുമെന്ന് ഈ നിൽക്കുന്ന എൻ്റെ മോൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവള്. അങ്ങനെ അവളങ്ങ് ചത്ത എൻ്റെ കണക്കൂട്ടലുകൾ എല്ലാം പിഴയ്ക്കും. അതുകൊണ്ട് ഞാനും ഇവനും തൽക്കാലം അതിൽ നിന്ന് പിൻവലിഞ്ഞു. ഈ ചെക്കൻ നാട് വിട്ടു എന്നുകൂടി അറിഞ്ഞപ്പോൾ ഇനി തിരിച്ചു വരില്ലെന്ന് കരുതി. കുറച്ച് കാത്തിരുന്നിട്ടായാലും സാവിത്രിയെ ഇവന് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോഴാ ഈ പന്നമോൻ എവിടുന്നോ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. 8 വർഷം കഴിഞ്ഞ് 8 വർഷമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു അവസരത്തിനായി. എൻ്റെ മോളെയും നീ കൊണ്ടുപോയി, അതും എൻ്റെ മോൻ്റെ സഹായത്തോടെ. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാ എല്ലാത്തിനെയും കൊന്നു തള്ളിയിട്ടാണെങ്കിലും എല്ലാം സ്വന്തമാക്കണമെന്ന്. എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് സായിയും ശിവയും മഹിയും. നീ ആയിട്ട് എല്ലാം തന്നാൽ തടി കേടാകാതെ എല്ലാവർക്കും ഇവിടെ നിന്ന് പോകാം. സായി അയാളെ നോക്കി ഒരു പുച്ഛത്തോടെ ചിരിച്ചു.
കൊള്ളാം സായി, ഇത്രയൊക്കെ ആയിട്ടും നിന്റെ ഈ ചിരി ഉണ്ടല്ലോ. നിന്റെ ഒരു സൈൻ കൊണ്ട് ഒന്നും എനിക്ക് കിട്ടില്ലെന്ന അഹങ്കാരമായിരിക്കും നിന്റെ ഈ പുച്ഛത്തിനു പിന്നിൽ. നിന്റെ തന്ത എപ്പോഴേ എല്ലാ പേപ്പേഴ്സിലും ഒപ്പിട്ട് കാണും, അയാൾ ഒരു വിജയച്ചിരിയോടെ പറഞ്ഞു. സായി സംശയത്തോടെ അയാളെ നോക്കി. എന്താ സായി ഇത്? പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയാണോ ഇങ്ങോട്ട് പോരുന്നത്? അതും ഒരു കിളവനെയും കിളവിയെയും കൂട്ടിൽ നിർത്തിയിട്ടും. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും സായി? പാവങ്ങൾ പേടിച്ചു പോയി കാണും. എന്റെ ഒരു ഊഹം വെച്ച് നിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ പരലോകത്തെത്തി കാണും. അതിന് പറ്റിയ ഒരാളെയാ ഞാൻ അങ്ങോട്ട് അയച്ചേക്കുന്നത്. ഗോവിന്ദ് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ സായിയോട് പറഞ്ഞു. നീ പേടിക്കണ്ട, നിന്റെ ഭാര്യയ്ക്കും വയറ്റിലുള്ള കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. അങ്ങോട്ട് പോയിരിക്കുന്ന ആൾ ഗംഗക്ക് വളരെ വേണ്ടപ്പെട്ടവൻ തന്നെയാ. നിനക്ക് നന്നായി അറിയാം അവനെ, രാജേഷ്, അവളുടെ മുറച്ചെറുക്കൻ. നിനക്ക് അവളെ തരില്ലെന്ന് തീരുമാനിച്ചപ്പോൾ അവളെ അവന് കൊടുത്തേക്കാം എന്ന് ഞാൻ കരുതിയതാ. അപ്പോഴേക്കും നീ അവളെയും കൊണ്ട് പോയി കളഞ്ഞില്ലേ? അവനാണെങ്കിൽ ഗംഗയെ വല്ലാതങ്ങ് ആശിച്ചുപോയി. അവളെ അവന് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവനോട് അവളെ കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. നിന്റെ കുഞ്ഞിനെ അവൻ നോക്കിക്കോളും, നീ പേടിക്കേ വേണ്ട. അയാൾ കളിയാക്കുന്ന പോലെ സായിയോട് പറഞ്ഞു. എല്ലാം കേട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി സായിയും ശിവയും മഹിയും. ദേവനാരായണനെയും കൗസല്യയും ഗംഗയെയും ഓർത്ത് അവർക്ക് അകാരണമായ ഭയം തോന്നി. ഇതേ സമയം തറവാട്ടിൽ രാജേഷിനു മുന്നിൽ ഭീതിയോടെ നിൽക്കുകയാണ് ഗംഗ. തന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്ന രാജേഷിനെ കണ്ട് ഭയന്നു നിൽക്കുകയാണ് ഗംഗ. വലതു കൈ വയറിൽ അമർത്തി പിടിച്ച് അവൾ പിറകിലേക്ക് ചുവടുവെച്ചു. എന്റെ അടുത്തേക്ക് വരരുത്. പിറകിലേക്ക് ചുവടുകൾ വയ്ക്കുന്നതിനിടയിൽ അവൾ രാജേഷിനെ കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തിനാ ഗംഗേ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? നീ ഇനി ജീവിക്കേണ്ടത് എന്റെ കൂടെയല്ലേ? പിന്നെ എന്തിനാ നീ എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്? വാ ഗംഗ, നമുക്ക് പോകാം. ഇനി നീ നിൽക്കേണ്ടത് ഇവിടെയല്ല, എന്റെ ഒപ്പമാണ്. നിന്നെ ഞാൻ മോഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. സായിയുമായി നിന്റെ വിവാഹം നടക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെയാ നിന്റെ തന്തയോട് നിന്നെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. നിന്നെ എന്റെ മാത്രം സ്വന്തമാക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തുകൊണ്ട് നീ അവനുമായി ഒളിച്ചോടി. അവനൊരു പുച്ഛഭാവത്തോടെ പറഞ്ഞു. ഗംഗ അപ്പോഴും അവനെ ഭയത്തോടെ നോക്കി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകൾ വാതിലിന് പുറത്തേക്ക് പായുന്നുണ്ട്. നിനക്കിപ്പോഴും അതേ സൗന്ദര്യം തന്നെയാണ് ഗംഗ, അതേ ചെമ്പകപ്പൂവിന്റെ സുഗന്ധവും. ഒരു കുഞ്ഞിന്റെ അമ്മയായെങ്കിലും മറ്റൊരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നുണ്ടെങ്കിലും നിന്റെ ഈ ശരീരം എന്നെ ഇന്നും മോഹിപ്പിക്കുന്നു ഗംഗ. രാജേഷിന്റെ വാക്കുകൾ ഗംഗയ്ക്ക് അരോചകമായി തോന്നി. അവൾക്ക് അവനോട് അറപ്പും വെറുപ്പും തോന്നി. അവൾ അറപ്പോടെ അവനിൽ നിന്ന് മുഖം വെട്ടിത്തിരിച്ചു. നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോ, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. അമ്മേ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. നീ ഇങ്ങനെ കിടന്ന് വിളിച്ചെന്ന് കരുതി നിന്നെ ഇവിടെ നിന്നും എന്റെ ഈ കൈകളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ ആരും വരാൻ പോകുന്നില്ല. പുറത്ത് ഒരു കിളവൻ എന്നെ തടയാൻ നോക്കി. പാവം, ഇപ്പോൾ സ്വർഗരാജ്യത്ത് എത്തിയിട്ടുണ്ടാവും. അയാളെ കൊണ്ട് എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. അതെന്തായാലും കഴിഞ്ഞു. പിന്നെ ഇനി അയാൾ ജീവിച്ചിരുന്നിട്ടും പ്രയോജനമൊന്നുമില്ല. അപ്പോഴാ 2 തള്ളകൾ എന്റെ കണ്ണിൽപ്പെട്ടത്. എന്തു ചെയ്യാനാ? അവരെയും എന്റെ ഈ കൈകൾ കൊണ്ട് തന്നെ തീർക്കേണ്ടി വന്നു. സങ്കടം ഉണ്ടെനിക്ക്. പാവങ്ങൾക്ക് തെറ്റൊന്നും ചെയ്യാതെ തന്നെ ചാകേണ്ടി വന്നില്ലേ? എന്തു ചെയ്യാനാ? എന്റെ വഴി തടഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? നീ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ഗംഗ. നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് എന്റെ ഒപ്പം വാ. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഗംഗയ്ക്ക് അരികിലേക്ക് ചുവടുവെച്ചു. രാജേഷ് പറഞ്ഞതൊക്കെ കേട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ തറഞ്ഞു നിൽക്കുകയാണ് ഗംഗ. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അതിനിടയ്ക്ക് രാജേഷ് അവൾക്ക് തൊട്ടടുത്ത് എത്തിയതൊന്നും അവൾ അറിഞ്ഞില്ല. രാജേഷ് ഗംഗയ്ക്ക് അരികിലെത്തി അവളുടെ ഇരുവശത്തും ചുവരിൽ കൈകൾ കുത്തി. അവളുടെ മുഖത്തിന് നേരെ അവന്റെ മുഖം അടുപ്പിച്ചു. അവന്റെ ചുടുനിശ്വാസം മുഖത്ത് തട്ടിയതും ഗംഗ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അറപ്പോടെ അവനെ പുറകോട്ട് ശക്തിയിൽ തള്ളി മാറ്റി. പിറകിലേക്ക് വേച്ചു പോയെങ്കിലും അവൻ ബാലൻസ് ചെയ്തു നിന്നു. ഇനിയും എന്തിനാ ഗംഗ നിനക്ക് എന്നോട് അകൽച്ച? നീ ഇനി എന്റെ അല്ലേ, എന്റെ മാത്രം. നിന്നിൽ അവകാശം പറഞ്ഞ് ആരും ഇനി ഇങ്ങോട്ട് വരില്ല. നിന്റെ ഭർത്താവും മകനും ഒക്കെ ഇപ്പൊ ചത്തിട്ടുണ്ടാവും. കുടുംബമടക്കം എല്ലാത്തിനെയും തീർത്തിട്ടുണ്ടാവും നിന്റെ അച്ഛനും ഏട്ടനും കൂടി. നിന്നെ കൊണ്ട് പൊയ്ക്കോളാൻ എന്നോട് പറഞ്ഞതും നിന്റെ അച്ഛൻ തന്നെയാ. മോഹിച്ചുപോയി ഗംഗ. ഞാൻ നിന്നെ ഒരുപാട്. ആശിച്ചതൊന്നും നേടിയെടുക്കാതെ വിട്ടിട്ടില്ല ഞാൻ ഇന്നോളം. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്നെയാ. അതും ഇന്ന് ഞാൻ നേടാൻ പോവുക. വഷളം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഗംഗയ്ക്കരികിലേക്ക് നടന്നു. ഗംഗ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. അവൾക്കരികിലായി ടേബിളിലിരുന്ന ഫ്ലവർ വൈസ് അവളുടെ കണ്ണിൽപ്പെട്ടു. അവളത് കൈ നീട്ടിയെടുത്ത് തനിക്കരികിലേക്ക് വരുന്ന രാജേഷിന്റെ തല ലക്ഷ്യമാക്കി ആഞ്ഞു വീശി.